അപ്പോൾ നമ്മുടെ കോഴിക്കോട് യാത്രേൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എവർക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് മാൾ സ്നോ ഫാൻറ്റസി വരെയായിരുന്നു കാണിച്ചത്. ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് എവിടത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ SM-ലേക്കാണ്. SM എന്ന് പറയുമ്പോൾ മുട്ടായി തെരുവ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കുറേ കാണാനുണ്ട്, നമുക്ക് ഫുള്ള് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ കുറച്ചൊരു 2-3 ഷോപ്പിലേക്കെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഷൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് കയറി. SM അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല. പക്ഷേ ഇത് വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. പകൽ നമ്മളൊരു ഉച്ച ടൈമാണ് നമ്മൾ പോകുന്നത്, നല്ല വെയിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു വൈകുന്നേരം ടൈമാണ് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മക്കും ആൻറ്റിക്കെല്ലാം ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെരുപ്പ് ഊരാക്കിയിനി. ജസ്റ്റ് എല്ലാ ചെരുപ്പും അങ്ങനെ അവിടെ നിന്നെല്ലാം ചെരുപ്പെല്ലാം നോക്കി. പിന്നെ നമ്മളും കുറച്ച് ചെരുപ്പെല്ലാം നോക്കി, വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെരുപ്പെല്ലാം ഇങ്ങനെ നോക്കി പോകുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വിലയിലും ചിലയിടത്ത് കുറവുണ്ട്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് വില കുറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടുക, പക്ഷെ ഇവിടെയെല്ലാം കുറച്ച് വില അധികം ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ കവർ നോക്കാൻ വേണ്ടി പോയി. പിന്നെ കുറേ ഷൂവെല്ലാം നല്ല നല്ല റേറ്റ് കുറവിലുള്ള ഷൂസെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുക്ക ഷൂ ഇല്ലോണ്ട് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഷൂ കുറേ നല്ല വെറൈറ്റി മോഡൽ ഷൂ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സൂഫി മന്തിയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ സൂഫി മന്തി, അടിപൊളി. ഇവിടെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം നല്ല ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ നമ്മളിതാ ഇവിടെ സൂഫി മന്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതായി എൻ്റെ ഉള്ളിൽ ഭയങ്കര ആംബിയൻസെല്ലാം നല്ല വൈബ് സ്ഥലമാണ്. സൂഫി മന്തി കഴിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം അവിടെ ഫുഡ് കിട്ടണമെങ്കിൽ, 1/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. നമ്മളിത് വന്നിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലത്തെ ഒരു ഹോളിലേക്കാണ് പോയത്. അപ്പം ജസ്റ്റ് നമ്മൾ അവിടത്തേക്ക് പോയി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി. അങ്ങനെ നമ്മളെ മന്തി വന്നിട്ടുണ്ട്. നല്ല റൈസ് കാണാൻ കുറച്ച് നല്ല വെള്ള കളറാണ്, പക്ഷെ നല്ല ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ. മന്തി എന്ന് പറഞ്ഞാൽ പൊളി സാധനമാണ് കേട്ടോ മന്തി. അപ്പം എല്ലാവരും കഴിക്കുകയെന്ന് നമ്മൾ 2 ഫുള്ളാണ് വാങ്ങുക. നമ്മൾ 8 പേരുണ്ടായിരുന്നു, 4 പീസ് ഒന്നിൻ്റെ അകത്ത് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ 8 ആൾ കൂടിയിട്ട് മന്തി കഴിച്ചു. മന്തിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് പോകാണ്ടില്ലല്ലോ. അപ്പോൾ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ബീച്ചാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിരക്കിനും അവിടെ. അപ്പം കുറേ ഉപ്പിലിട്ടതും പിന്നെ ഐസ്ക്രീംസ് അതെല്ലാം നമ്മൾ കഴിച്ച്. അങ്ങനെ ഫുൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത്. പിന്നെ കുറേ പട്ടെല്ലാം പറത്തുന്നുണ്ടായിരുന്നു അവിടെ. നമ്മളതിനൊന്നും പോയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് അവിടെ എന്താണെന്ന് പറയുക കോഴിക്കോട് ബീച്ചെല്ലാം ചുറ്റിക്കണ്ട്. പിന്നെ ഈ കൈ നോക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, അവരോട് കയ്യിലും നോക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ഇത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.